ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ബേത്ലഹേം ദേവാലയത്തിൻ്റെ കവാടത്തിങ്കലാണ്. നമുക്ക് ഈ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഇതിനകത്തെ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടുവരാം. फोटोग्राफी केल्या, संदेश पत्रकास कंटाळ्याच्या पडतील डिझाईन आणि प्रिंट केल्या, ऑनलाईन दाखवली आणि तुमचे तर्फे देवबरे बसून analyst हे रिपोर्ट आमका करून अवकाश करण्याच्या इस्रायल पोलीस फोर्स संघात विश्वास जायना त्याच्या परवानगी असा मेंदस आहे तंत्र तुमचे तर्फे देवबरे बसून राष्ट्रीय Christmas festivities ayamaya asतात 24th December Tel Aviv yafundu namal of anger understood the prosperity warar things wages of Jerusalem and Haifa त्याचा जागतिक वनांत ख्रिसमसाच्या बलिदानावर घेतलेल्या तरी एक आवाज पेलसो अवमानपूर्वक उपकार आवडता आणि धन्यवाद पटेका आजच्या सगळ्या धार्मिक कार्यक्रमाची व्हिडिओग्राफी केल्या आणि पदार्थ फोटोग्राफी केल्या संदेश पत्रकास कंटाळ्याच्या पडतील डिझाईन आणि प्रिंट केल्या वॉलना रवी अंका तुमचे तर्फे देव बरे करून संकाशिका analyst हे रिपोर्ट आमका करून अवकाश करण्याच्या इस्रायली पोलीस फोर्स अंका विश्वास जायना त्याच्या परवानगी असा मेंदस आहे तंत्र तुमचे तर्फे देव बरे करून संकाशिका vehicle transport arrangement सर्वांगी देवबरे करून संकाशिका या सगळ्या रिपोर्टची उपयोग केले केंद्रीय समिती तसेच आमची लोकल समिती सर्वांगी समितीच्या स्थानी तुमचे तर्फे देवबरे करून संकाशिका आणि नंतर आईला तुमचा समेस परत देवबरे करून आणि देवाची विस्तार आशीर्वाद आईच्या सगळ्या संदेश संतोष December Tel Aviv yafundu
കാണുന്നത് ബേത്ലഹേം ദേവാലയത്തിൻ്റെ അൾത്താരയാണ്. ഈ ഇടതുവശത്ത് ആ ഗോൾഡ് കളറിലുള്ള കുരിശൊക്കെ ആയിട്ടിരിക്കുന്ന ആ ഭാഗമാണ് ബേത്ലഹേം ദേവാലയത്തിൻ്റെ അൾത്താര. ആ അൾത്താരയുടെ നേരെ താഴ്വശത്ത് ഒരു കേവുണ്ട്. വെട്ടിയെടുത്ത് നല്ല മനോഹരമാക്കിയ ഒരു കേവ്. അതിന് ഉള്ളിലാണ് നമ്മുടെ യേശു ജനിച്ച സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു സിൽവർ സ്റ്റാർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കുരിശിരിക്കുന്നത് കണ്ടോ, ഈ കുരിശിരിക്കുന്നതിൻ്റെ നേരെ താഴ്വശത്തൂടെ ചെറിയ ഒരു വാതിൽ അവിടെ ഉണ്ട്. ആ വാതിലിലൂടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി, ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ, കുനിഞ്ഞ് ഇറങ്ങി നമ്മൾക്ക് അവിടേക്ക് ചെന്നാൽ സിൽവർ സ്റ്റാർ അവിടെ കാണാൻ കഴിയും. ആ സിൽവർ സ്റ്റാർ ഇരിക്കുന്നിടത്താണ് യേശു ജനിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ബേത്ലഹേം ദേവാലയത്തിൻ്റെ ഉൾവശമാണ്. അൾത്താര, അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇത്. അവിടെ ഒരുപാട് മാതാവും ഉണ്ണീശോവുമായിട്ടിരിക്കുന്ന പടങ്ങൾ, പിന്നെ യേശുവിൻ്റെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് പിക്ചറുകളുണ്ട്. പിന്നെ യോസഫ് പിതാവുമായിട്ട് നിൽക്കുന്ന പടങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഒരുപാട് നമ്മുടെ ധൂപ കുറ്റിയുണ്ടല്ലോ, പള്ളിയിലൊക്കെ ധൂപക്കുറ്റി വീശുന്ന, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിളക്കുകൾ തൂക്കി അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ മനോഹരമായി സുന്ദരമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരുപാട് ചുവർ ചിത്രങ്ങളും ഒക്കെ കാണാം. ഇവിടെയാണ് നമ്മുടെ സിൽവർ സ്റ്റാർ ഉള്ളത്. ഇതാണ് നമ്മുടെ സിൽവർ സ്റ്റാർ. വീഡിയോ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം അത്ര തിരക്കായിരുന്നത് കൊണ്ട് 1-2 പിക്ചേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ഉണ്ണീശോ ജനിച്ച സ്ഥലമായി നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നമ്മുടെ യേശു അപ്പൻ ജനിച്ച സ്ഥലം. ഇത്ര മനോഹരമായിട്ടാണെന്നറിയാം അവിടെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നതൊക്കെ. നമ്മളത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് വരുന്ന കവാടത്തിൻ്റെ അവിടെ ഇങ്ങനെ കുറേ ഓർമ്മപ്പെടുത്തലുകളും അതിൻ്റേതാകുന്ന കുറേ കാര്യങ്ങളുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ പോർഷനിലുള്ള കുറച്ച് ഓർമ്മപ്പെടുത്തലുകളാണ്. വളരെ സന്തോഷം തോന്നിയ, അല്ലെങ്കിൽ ഒരുപാട് ഹൃദയത്തിൽ തുടിപ്പുകളുണ്ടായ നിമിഷമായിരുന്നു ഇതൊക്കെ. നമുക്ക് ബേത്ലഹേം ദേവാലയത്തിൻ്റെ അൾത്താര ഒന്നുകൂടെ മനോഹരമായി തന്നെ കാണാം. ഇതാണ് ദേവാലയത്തിൻ്റെ അൾത്താര. അതായത് ഈ അൾത്താര സ്ഥിതി ചെയ്യുന്നതിൻ്റെ നേരെ താഴ്വശത്താണ് നമ്മുടെ ഉണ്ണീശോ പിറന്ന സിൽവർ സ്റ്റാർ സ്ഥിതി ചെയ്യുന്നത്. ഇടതുവശത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൾത്താരയും, ഈ വലതുവശത്തൂടെ നമുക്ക് സിൽവർ സ്റ്റാറിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി. അവിടെ ആൾക്കാർ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ കണ്ടില്ലേ, ഒരുപാട് വിളക്കുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പത്തെ പണികളൊക്കെ ആയിരിക്കാം കേട്ടോ. കാണാൻ ഒത്തിരി മനോഹരമായ കൊത്തുപണികളൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതോ നോക്കൂ, എത്ര ശ്രേഷ്ഠമായിട്ടാണ് അല്ലേ ഉണ്ണീശോ പിറന്ന സ്ഥലത്തിൻ്റെ മഹത്വം അവരൊക്കെ കാത്തു സൂക്ഷിക്കുന്നതെന്നറിയാമോ. ഇവിടെ നമുക്ക് അൾത്താരയിലേക്ക് കയറാൻ പറ്റത്തില്ല. അവിടുന്ന് കുറച്ച് ഇപ്പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ ആരാധന നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കുറേ ചെയറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്കൊക്കെ കാണാനുള്ള സൗകര്യം ഇങ്ങനെ തരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ശുശ്രൂഷ കാണും. അതല്ലെങ്കിൽ അങ്ങനെ അവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയായിരിക്കാം. നമ്മൾ ചെല്ലുമ്പോൾ ശുശ്രൂഷയൊന്നുമില്ലായിരുന്നു. ഇത് പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ ഫ്ലോറാണ് കേട്ടോ. ഇത്